നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് പറയുന്നത്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ചീഫ് കാറ്റഗറി നമ്പർ 249/2022 ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ തസ്തികയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി 13/7/2023 നടന്ന വിവരണാത്മക പരീക്ഷയുടെ ഉത്തരക്കടലാസിന്റെ പകർപ്പിന് അപേക്ഷ ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഉത്തരക്കടലാസ് ലഭ്യമായതിനു ശേഷം ഉദ്യോഗാർത്ഥി ബഹുമാന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും പേപ്പർ 1 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെന്ന് പരാതിപ്പെടുകയും ചെയ്തു. ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മേൽപ്പറഞ്ഞ നമ്പർ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി. ഓൺ സ്ക്രീൻ മാർക്കിംഗ് അതായത് OSM സംവിധാനത്തിലൂടെയുള്ള മൂല്യനിർണ്ണയമാണ് ഈ വിവരണാത്മക പരീക്ഷയ്ക്ക് നടത്തിയത്. ഈ സംവിധാനത്തിൽ മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിനായി അസൈൻ ചെയ്യാൻ വിട്ടുപോയത് കാരണമാണ് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഈ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ പോയതെന്നാണ് പ്രാഥമിക നിഗമനം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ നടപടികളാണ് നടത്തുവാൻ തീരുമാനിച്ചത്? എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മൂല്യനിർണ്ണയം നടത്താത്ത ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. പ്ലാനിംഗ് ബോർഡ് ചീഫിന്റെ 2 തസ്തികകളിൽ ചീഫ് ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ കാറ്റഗറി നമ്പർ 249 ചീഫ് പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ കാറ്റഗറി നമ്പർ 658 ഇതിനോടകം നൽകിയ നിയമന ശുപാർശകൾ ബഹുമാനപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും. ഈ വിഷയം കമ്മീഷൻ അതീവ ഗൗരവമായി കാണുകയും ഇതിന്മേൽ സമഗ്രമായ അന്വേഷണം നടത്തുവാൻ PSCയുടെ ആഭ്യന്തര വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സാങ്കേതികമായതും നടപടിക്രമം സംബന്ധിച്ചുള്ളതുമായ എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭ്യമാക്കുവാൻ താമസം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ തസ്തികകൾക്ക് പുറമെ പ്ലാനിംഗ് ബോർഡ് ചീഫിന്റെ മറ്റൊരു തസ്തികയിലും ചീഫ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ 657/2022 ഇതിലും തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. ഇതിൽ പൊതുവായ ഉദ്യോഗാർത്ഥികൾ 2ലും ഉൾപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ തസ്തികയുടെ കാറ്റഗറി നമ്പർ 657ന്റെ തിരഞ്ഞെടുപ്പ് കോടതി വ്യവഹാരം കാരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ പൊതു ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടത് കാരണം ചട്ടപ്രകാരം മറ്റ് 2 റാങ്ക് ലിസ്റ്റുകൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് രേഖപ്പെടുത്താതെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി താഴെ പറയുന്ന തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തസ്തിക മാറ്റം മുഖേന താഴത്തെ പറയുന്ന തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. ഏതിനാണ്? പ്രോബബിലിറ്റി ലിസ്റ്റ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് ലാസ്കർ കാറ്റഗറി നമ്പർ 421/2025 കേരളത്തിലെ സർവകലാശാലകളിൽ ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 464 വിവിധ ജില്ലകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ ഇലക്ട്രിക്കൽ വിങ് ലൈൻമാൻ കാറ്റഗറി നമ്പർ 776/2025 കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 634/2025. അടുത്തത് പ്രസിദ്ധീകരണത്തിന് അഭിമുഖം. ഇത് 27 മീറ്റിംഗിൻ്റെ ആയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 469/2024 തസ്തികയിലേക്ക് 2026 ജൂലൈ 1, 2, 3, 8, 9, 10, 15, 16, 17, 23, 24 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭിക്കും. കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 155/2025 തസ്തികയിലേക്ക് 2026 ജൂലൈ 3 PSC കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം, SMS എന്നിവ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭിക്കും. അടുത്തത് പ്രമാണ പരിശോധന. ആരോഗ്യ വകുപ്പിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസർ കാറ്റഗറി നമ്പർ 422/2024 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് 2026 ജൂൺ 29 അതായത് ഇന്നലെയായിരുന്നു അതിൻ്റെ പ്രമാണ പരിശോധന നടത്തിയത്. അപ്പോൾ ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഇന്നലെ എല്ലാവരും പ്രമാണ പരിശോധനയ്ക്ക് പോയി എന്ന് കരുതുന്നു. അപ്പോൾ ഇത് 27-ാം തീയതി പ്രസിദ്ധീകരണത്തിന് വന്ന മീറ്റിംഗ് തീരുമാനമായിരുന്നു.
അപ്പോൾ ഈ ഒരു പുതിയ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു ഉത്തരക്കടലാസിൻ്റെ മൂല്യനിർണ്ണയം നടത്താത്ത ആ കാര്യമൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഇതുപോലെ വിവരണാത്മക പരീക്ഷയുടെ ഉത്തരക്കടലാസിൻ്റെ പകർപ്പിന് അപേക്ഷിക്കുകയും ചെക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അതുപോലെ ഇനിയുള്ള പരീക്ഷകൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റുള്ളവരിലേക്ക് ഈ ഒരു ന്യൂസ് എത്തിക്കുക. താങ്ക് യു.